ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതില്ല ഞാൻ കാണിച്ചു തരാം. ഞാൻ റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ കളറുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. അത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തേ. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് ഒരു ഡബിൾ 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. ക്രോഷേ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷേ. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പ് അല്ലേ, 2 ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷേ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയിന് 3 ചെയിന് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. അങ്ങനെ അപ്പോൾ അതേമാതിരി വന്നു. ഇതേമാതിരി 3 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ ഇത് വന്നു. ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ ഓരോ ബോക്സ് ഉണ്ടാക്കണം. ആ ബോക്സ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നിന്ന് വേണം ചെയ്യുന്നത്. അപ്പോൾ അതാ ആദ്യം 3 ചെയിൻ ഇടാം. 3 ചെയിൻ ഇടുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷേ ആകുമല്ലോ. വീണ്ടും 2 ചെയിൻ, ഒരു ചെയിൻ ഇട്ടാൽ മതി. ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കുക, ചെയിൻ ഒഴിവാക്കി അടുത്ത മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. കണ്ടോ? അതേമാതിരി വരും. വീണ്ടും ചെയ്യും. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അതേമാതിരി അപ്പോൾ റൗണ്ടിൽ ഓരോ ബോക്സ് മാതിരി ചെയ്തെടുത്ത് 2 ചെയിൻ ഇടണേ ഇവിടെ, എന്നാലേ അത് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. ഇതേമാതിരി ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഇതേമാതിരി ഈ റൗണ്ടിൽ ചെയ്തെടുത്ത് ഇതുവരെ കൊണ്ടുവന്നു.
അതേമാതിരി ഞാൻ എല്ലാത്തിനും ബോക്സ് ഉണ്ടാക്കിക്കണ്ടേ. അടുത്ത് ചെയ്യുന്ന വിധം അടുത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്തല്ലോ. സിംഗിൾ ക്രോഷ്യ 2 ചെയിൻ സിംഗിൾ ക്രോഷ്യ 2 ചെയിൻ. പിന്നെ ഇതവിടെ തന്നെ ഉണ്ടല്ലോ, ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ചെയിനിടുക. 2 ചെയിൻ ഇട്ടിട്ട് പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഇവിടെ 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് വെച്ചത്. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. അതേമാതിരി 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ 2 ചെയിനിടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അതേമാതിരി വന്നുകൊണ്ട് ഇനി അടുത്ത് 3 ചെയിനിടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അങ്ങനെ വന്നു. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, വലിയ ഇതൊന്നുമില്ല. വീണ്ടും 3 ചെയിൻ. അത് ഇവിടെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അപ്പോൾ 2 ചെയിൻ ഇട്ട് 2 ചെയിൻ ഇട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്ത് അതേമാതിരി വന്നു. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ ചെയ്ത് വെച്ച മാതിരി തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് 2 ചെയിൻ ഇട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. രണ്ട് ചെയിൻ ഇട്ടിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതേമാതിരി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും 2 ചെയിനിടുക. 3 ചെയിനിടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ എടുത്ത് ജോയിൻ്റ് ആക്കി. അപ്പോൾ ഇവിടെ അതേമാതിരി വന്നു. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകും. ഈ റൗണ്ട് വരെ ചെയ്തെടുത്ത് കൊണ്ടുപോകണം. ഇതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നു. 2-3 ചെയിൻ അങ്ങനെ ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ അവസാനിച്ച് കൊണ്ടുള്ള അതേമാതിരി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആവില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയിൻ വേറെ എക്സ്ട്രാ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സ് മാതിരി വന്നു. ബോക്സ് മാതിരി വന്നുകൊണ്ട് ഇതേമാതിരി ഇവിടെ അങ്ങനെ ഡബിൾ ക്രോഷ്യ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അങ്ങനെ വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഈ 3 ചെയ്ത് വെച്ചാൽ ഈ ആദ്യത്തെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിൻ
ചെയിനിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക, മൂന്നാമത്തേൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ അതേമാതിരി വന്നു. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്യാണ്ട് അതിനെ കൊണ്ടാണ്ട് ഇവിടെ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ചെയ്തെടുക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചെയിനിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 ഡബിൾ ക്രോഷ്യയായി. അതേമാതിരി 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചെയിനിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി ഇപ്പോൾ ഇവിടെ ചെയ്യാനുള്ളതിനെ കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി അടുത്ത് ചെയ്യുന്ന സമയത്ത് കാണിച്ചില്ല. ഇവിടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ചെയിനെ വീണ്ടും ഇടുക, ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ എന്താ, ഈ ഇവിടെ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചെയിനിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്താ, ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചതിൻ്റെ ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി വന്ന് പിന്നെ 2 ചെയിൻ ഇട്ടിട്ട് ഈ മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു. ഇനി ഇത് ഈ ബോക്സിൻ്റെ അകത്ത് നിന്ന് ഇവിടെ കണ്ടു അതേമാതിരി ചെയ്തെടുത്ത മാതിരി ഇവിടെ 2 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ചെയിൻ ഇടുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇത് ഈ അറ്റത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി രണ്ടാമത് 2 ചെയിൻ ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി അതിൻ്റെ ഷേപ്പ് വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കും. അതേമാതിരി വന്നു. ഈ അടുത്തതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ തന്നെ 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെയും ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി ഉണ്ടാവും. ഇതേമാതിരി വരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുക. ഈ നെക്ക് ഡിസൈൻ ഇതുവരെ തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ റൗണ്ടായി വരുമ്പോൾ ഇവിടെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 3 ചെയിൻ, പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ഒരു 3 ചെയിൻ എന്തിനാണെന്ന് വെച്ചാൽ ഡബിൾ ക്രോഷ്യേൻ്റെ 3 ചെയിനാണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു കാണുന്നില്ലേ? പിന്നെ ഇവിടെ ഇവിടെ 2 ചെയിൻ ഇടണേ. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതുമാതിരി പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ഇത് ആദ്യം ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. പിന്നെ 4 ചെയിൻ 4 ചെയിൻ ഇട്ട് 4 ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്യാപ്പുമായി ഉണ്ടാക്കിയെടുക്കുക.
പിന്നെ വീണ്ടും ഈ ചെയിനിൻ്റെ ഉള്ളിൽ രണ്ട് ചെയിനും കൂടി 2 ഡബിൾ ക്രോഷയും കൂടി ചെയ്തെടുക്കുക. അത് അതേമാതിരി വന്നുകൊണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ ഒരു 6 ഡബിൾ ക്രോഷേ വന്നു. ഈ 2 ചെയിന് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഈ സൈഡ് ചെയ്ത മാതിരി തന്നെ ഇവിടെയും ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞ് 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഇത് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. ഇങ്ങനെ വന്നു. വീണ്ടും 2 ചെയിനിട്ടിട്ട് ഇത് അതിൻ്റെ മുകളിൽ നിന്ന് ഈ മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. അതേമാതിരി ഉള്ള അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഈ ഒരു ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ തന്നെ ചെയ്തെടുത്തിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ, നമ്മളിട്ട് വെച്ച ചെയിനിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ അതേമാതിരി വരും. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് ചെയ്ത മാതിരി ഇവിടെ റെഡി ആയിട്ട് വന്നോളൂ. ഇവിടെ ഈ 2 ചെയിൻ വരുന്നുണ്ടല്ലോ, ഇവിടെ ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ അടുത്തതിൻ്റെ മുകളിൽ ചെയ്യുന്ന വിധം നോക്കാം. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കണം. ചെയ്തെടുത്തു ഒരു ചെയ്തെടുത്തിട്ട് അത് ചെയ്തെടുത്ത് 2 ചെയിൻ ഇട്ടിട്ട് ഈ അറ്റത്തുള്ള ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ടിട്ടുള്ള ഈ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. 3 വരും. പിന്നെ ഇവിടെ ഈ ഡബിൾ ക്രോഷേ 2 ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇവിടെ അപ്പോൾ ചെയ്ത മാതിരി തന്നെ 3 ബോക്സ് 1 2 3. അപ്പോൾ ഇവിടെ ഇതേമാതിരി 1 2 3 വന്നു. അത് നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ ഇത് 2 ഡബിൾ ക്രോഷേ, ഇവിടെ 2 ഡബിൾ ക്രോഷേ, 1 2 3 ചെയിനും വന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ, ചെയിനും ഒക്കെ മാറിപ്പോണെന്ന് പറയുന്നത്. 2 ഡബിൾ ക്രോഷേ ചെയ്യും. 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് 4 ചെയിനിടുക. 4 ചെയിനിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് അതേമാതിരി ചെയ്യുക. ക്യാപ്പ് മാതിരി വരണം. പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരിയാണ് വരിക. ഇവിടെ ഇതേമാതിരി വന്ന മാതിരി തന്നെ ഇവിടെ ഇതേമാതിരി തന്നെ വന്നു. ഇത് അവിടെ ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷേ അതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിനിട്ടുള്ളത് ഈ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു 3 സ്ഥലത്ത് 3 വരണം. അത് കഴിഞ്ഞിട്ട് 2 ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് ഈ ചെയിനിൻ്റെ മുകളിൽ ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അപ്പം അതേമാതിരി വരും. ഈ ഡിസൈൻ ഇതേമാതിരി വരും കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ റൗണ്ടിൽ ഇവിടെ ശരിയാവുന്ന സമയത്ത് ഇവിടെ ഇത് ശരിയായിക്കോളാം.
ഈ ഡിസൈനിലാണ് ഇത് വരിക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇവിടെ അങ്ങനെ ഇത് ചെയ്തെടുക്കണം. ഇവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ ഇവിടെ ഇതേമാതിരി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇതിൻ്റെ വർക്ക്. ഈ നെക്കിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് നെക്ക് കാണാൻ ഇതേമാതിരി ഉണ്ടാവും.